തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് ബി.ജെ.പി. വിശ്വാസം മുഖ്യ പ്രചരണ ആയുധമാക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി.എസ്. ശ്രീധരൻപിള്ള. ഇക്കാര്യം വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണെന്നും ഇന്നലെ മോദിയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനിടെ ശ്രീധരൻപിള്ള പറഞ്ഞു. കോഴിക്കോട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ബി.ജെ.പി. റാലിയിലായിരുന്നു ശ്രീധരൻപിള്ളയുടെ വെല്ലുവിളി പ്രസംഗം. മതവും വിശ്വാസവും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിനെ കാറ്റിൽ പറത്തുകയായിരുന്നു ശ്രീധരൻപിള്ള. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലും വിശ്വാസപരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു മുഖ്യ വിഷയം. അതേസമയം ബി.ജെ.പിയുടെ വർഗീയ പ്രചാരണങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ലെന്ന് LDF കൺവീനർ എ. വിജയരാഘവൻ പറഞ്ഞു. നല്ല നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ജീവിത വിഷയങ്ങളിൽ ഊന്നിയതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും തീവ്ര വർഗീയതയുമായി ബന്ധപ്പെട്ട ശക്തികൾക്ക് കേരളത്തിൽ നിന്ന് ഒരു സ്ഥാനവും നൽകാൻ പാടില്ലെന്നുമുള്ള ഇടതുപക്ഷ സന്ദേശം നല്ല നിലയിൽ കേരളം സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ബി.ജെ.പിക്ക് വലിയ പ്രയാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ഇത്തവണ ബി.ജെ.പിക്ക് കിട്ടില്ലെന്നും വിജയരാഘവൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പിന്നോക്കം പോയ സാഹചര്യത്തിലാണ് തീവ്ര വർഗീയ കാർഡിറക്കാൻ ബി.ജെ.പി. തീരുമാനിച്ചിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനും ബി.ജെ.പി. ശ്രമിക്കുകയാണ്. കോഴിക്കോട് നിന്നും PV കുട്ടൻ. വയനാട്ടിലെ NDA LDF സ്ഥാനാർത്ഥികൾക്ക് മാവോയിസ്റ്റ് ഭീഷണിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകാനോ പ്രചരണ സ്ഥലത്ത് അക്രമമുണ്ടാക്കാനോ സാധ്യതയെന്നാണ് റിപ്പോർട്ട്. സുരക്ഷാ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ സുരക്ഷയ്ക്ക് ഗൺമാനെ നിയോഗിച്ചു. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ജില്ലയിൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. മുസ്ലിം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയ കേന്ദ്രമന്ത്രി മനേക ഗാന്ധിക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. സുൽത്താൻപൂർ ജില്ലാ മജിസ്ട്രേറ്റാണ് നോട്ടീസ് നൽകിയത്. മുസ്ലിങ്ങളുടെ വോട്ടില്ലാതെയാണ് ജയിക്കുന്നതെങ്കിൽ പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് തന്നെ സമീപിക്കേണ്ടതില്ല എന്നായിരുന്നു മനേക ഗാന്ധിയുടെ പ്രസംഗം. വിഷയത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിപ്പോർട്ട് ലഭിച്ചു. മധ്യപ്രദേശിലെ സുൽത്താൻപൂരിലായിരുന്നു മുസ്ലിം വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയുള്ള കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിയുടെ പ്രസംഗം. എന്തായാലും താനിവിടെ ജയിക്കുകയാണ്, മുസ്ലിങ്ങളുടെ വോട്ടില്ലാതെയാണ് ജയിക്കുന്നതെങ്കിൽ അതിനുശേഷം സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ തന്റെ അടുത്തേക്ക് വരണ്ട എന്നായിരുന്നു ഭീഷണി. പ്രസംഗം വിവാദമായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ. സുൽത്താൻപൂർ ജില്ലാ മജിസ്ട്രേറ്റ് മേനകാ ഗാന്ധിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കൂടാതെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. മേനകാ ഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്നും സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നും പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടിയെടുക്കണം എന്നത് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. അതേസമയം പ്രസംഗം വളച്ചൊടിച്ചതാണെന്നും തനിക്ക് മുസ്ലിങ്ങളെ ഇഷ്ടമാണെന്നുമുള്ള ന്യായീകരണവുമായി മേനകാ ഗാന്ധിയും രംഗത്തെത്തി. കഴിഞ്ഞ തവണ പിലീഭിത്തിൽ നിന്നും മത്സരിച്ച മേനകാ ഗാന്ധി ഇത്തവണ മകൻ വരുൺ ഗാന്ധിയുമായി മണ്ഡലം വെച്ചുമാറിയാണ് സുൽത്താൻപൂരിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത സാഹിത്യകാരനുമായ ഡോക്ടർ D. ബാബു പോൾ അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടയുകയായിരുന്നു. സംസ്കാരം നാളെ എറണാകുളം പെരുമ്പാവൂരിലെ കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ നടക്കും. റിനു നൽകും വിശദാംശങ്ങൾ. റിനു, പൊതുദർശന ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണോ? അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വലിയ ജനക്കൂട്ടമാണോ എത്തിക്കൊണ്ടിരിക്കുന്നത്? ഒപ്പം തന്നെ എപ്പോഴാണ് ജന്മനാട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്? അതടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴാണ് നടക്കുക? മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും പ്രശസ്ത സാഹിത്യകാരനുമായ ഡോക്ടർ D. ബാബു പോളിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ പൊന്നൻ നഗറിലുള്ള പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചേക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ എത്തിച്ചേരുന്നവരിൽ നിന്നുണ്ടാകുന്നത്. നിരവധി പേരാണ്, അതായത് സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ വിവിധ ആൾക്കാരാണ് അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി K. രാജു, അതുപോലെ തന്നെ C. ദിവാകരൻ MLA തുടങ്ങി നിരവധി പേരാണ് അവിടേക്ക് എത്തുന്നത്. കൈരളി TVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ ന്യൂസ് എഡിറ്റർ NB ചന്ദ്രശേഖരനും ചേർന്ന ഡോക്ടർ D. ബാബു പോളിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇത്തരത്തിൽ നാനാതുറയിൽ നിന്നുള്ള നിരവധി പേർ അദ്ദേഹത്തെ അവസാനമായി കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എത്തിച്ചേരുന്നുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ മൃതദേഹം കുറവൻകോണത്തെ വസതിയിലേക്ക് കൊണ്ടുപോകും. ശേഷം നാളെ രാവിലെയോടുകൂടിയായിരിക്കും ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം എറണാകുളത്തേക്കുള്ള ജന്മനാട്ടിലേക്ക് കുറുപ്പുംപടിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന
സൂചന. അതിനുശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി എറണാകുളം പെരുമ്പാവൂരിലെ കുറുപ്പുംപടി യാക്കോബായ പള്ളിയിൽ നടക്കും എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലാണ് മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും വലിയ ഒരു നികത്താനാകാത്ത വിടവ് തന്നെയാണ് സാഹിത്യ ലോകത്തും ഒപ്പം പൊതു രംഗത്തും മുൻ ചീഫ് സെക്രട്ടറിയുടെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ സാഹിത്യ പദവിയൊക്കെ തന്നെ അലങ്കരിച്ച ഡോക്ടർ ഡി ബാബു പോളിന്റെ വിയോഗം നികത്താനാകാത്ത ഒരു വിടവ് തന്നെയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. മനു, ഡോക്ടർ ഡി ബാബു പോളിന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് തലസ്ഥാനം. നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഡോക്ടർ ഡി ബാബു പോൾ. ശരിതെറ്റുകൾ അത് എത്ര വലുതായാലും ഏത് ഉന്നതർക്ക് മുന്നിലും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. സാധാരണക്കാരോടുള്ള ബാബു പോളിന്റെ സമീപനമായിരുന്നു മറ്റ് IAS ഉദ്യോഗസ്ഥരിൽ നിന്ന് അദ്ദേഹത്തെ വേറിട്ടു നിർത്തിയത്. എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിൽ ചിരോത്തോട്ടം PA പൗലോസ് കോർപ്പിസ്കോപ്പിയുടെയും മേരി പോളിന്റെയും മകനായി 1941 ജനനം. കുറുപ്പുംപടി MGM ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ആലുവ UC കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം. ഹൈസ്കൂളിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെയും സർവകലാശാലയിൽ കേന്ദ്ര സർക്കാരിന്റെയും സ്കോളർഷിപ്പോടെ പഠനം. എഞ്ചിനീയറിംഗും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം 1964 IASൽ പ്രവേശിച്ചു. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി നേടി. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി 1971 മുതൽ പ്രവർത്തിച്ചു. ഇടുക്കി ജില്ല നിലവിൽ വന്ന 1972 മുതൽ 1975 വരെ ജില്ലാ കളക്ടറായിരുന്നു. വല്ലാർപാടം പദ്ധതിക്ക് ഹരിശ്രീ കുറിച്ചപ്പോൾ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയുമായും അദ്ദേഹം പ്രവർത്തിച്ചു. ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംബുഡ്സ്മാനായി 2001 സെപ്റ്റംബർ വരെ പ്രവർത്തിച്ചു. കഥ ഇതുവരെ, സംഭവാമി യുഗേ യുഗേ, പള്ളിക്കെന്തിന് പള്ളിക്കൂടം, ഉൽപ്പത്തി രഹസ്യം, കുട്ടികളുടെ ബൈബിൾ, വേദശബ്ദരത്നാകരം, ക്രെംലിൻ ബെർലിൻ, നിലാവിൽ വിരിഞ്ഞ കാപ്പിപ്പൂക്കൾ, സ്മരണ, ഗിരിപർവം തുടങ്ങി 30ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. ബൈബിൾ വിജ്ഞാനകോശമായ വേദശബ്ദരത്നാകരം 2000 വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. വിവിധ മാധ്യമങ്ങളിൽ ഏറെനാൾ അദ്ദേഹം പംക്തികൾ കൈകാര്യം ചെയ്തിരുന്നു. ബൈബിൾ പണ്ഡിതൻ കൂടിയായിരുന്ന ബാബു പോൾ നിലപാടുകളിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരുന്നില്ല. പാവപ്പെട്ടവരെക്കുറിച്ച് എപ്പോഴും കരുതലുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ദാനം മഹത് കർമ്മമാണെന്നും അത് നഗരസഭയുടെ ഖരമാലിന്യ നിർമ്മാർജ്ജനം പോലെ വേണ്ടാത്തത് ഒഴിവാക്കലല്ലെന്നും ബാബു പോൾ തന്റെ മിക്ക പ്രഭാഷണങ്ങളിലും ഓർമ്മിപ്പിച്ചിരുന്നു. പിറന്നാളിന് സദ്യയൊരുക്കി മിച്ചം വരുന്നത് അനാഥാലയത്തിൽ കൊടുക്കുന്നതും തടിവയ്ക്കുമ്പോൾ ചേരാതെ വരുന്ന ഷർട്ട് ദാനം ചെയ്യുന്നതും ദാനമല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. പിറന്നാളിന് അനാഥാലയത്തിൽ അനാഥർക്കൊപ്പം സദ്യ ഉണ്ണുമ്പോഴേ അത് ദാനമാകൂ, അല്ലെങ്കിൽ അവരെ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി അവരോടൊപ്പം സദ്യ കഴിക്കുമ്പോഴോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്ത്രങ്ങൾ അന്യർക്ക് നൽകുമ്പോഴോ അത് ദാനമാകൂ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ശരിതെറ്റുകൾ അതെന്തായാലും ആരെയും കൂസാതെ വിളിച്ചു പറയാൻ ബാബു പോൾ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അത് എത്ര ഉന്നതരായാലും. ബാബു പോൾ ഓർമ്മയാകുമ്പോൾ അത് സാംസ്കാരിക ഭരണരംഗങ്ങളിൽ തീർത്തും വ്യത്യസ്തമായ മുദ്ര പതിപ്പിച്ചുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാബു പോളിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചിച്ചു. സമൂഹത്തിലെ ചലനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയും ഇടപെടുകയും ചെയ്ത സാംസ്കാരിക പ്രവർത്തകനെയാണ് ബാബു പോളിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാംസ്കാരിക മുഖമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സാമൂഹിക പ്രതിബദ്ധതയോടെ സർവീസിൽ പ്രധാന വകുപ്പുകളുടെ ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിനായി. എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്ന ബാബു പോളിന്റെ നിര്യാണം കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. അനിൽ അംബാനിക്ക് വൻ നികുതി ഇളവ് നൽകി ഫ്രാൻസ്. റഫേൽ കരാറിന് തൊട്ടു പിന്നാലെയാണ് 143.7 മില്യൺ യൂറോയുടെ നികുതി ഇളവ് ഫ്രാൻസ് നൽകിയത്. അനിൽ അംബാനി നികുതി വെട്ടിപ്പ് നടത്തിയതിന് ഈടാക്കാനിരുന്ന പിഴയും ഫ്രഞ്ച് സർക്കാർ വേണ്ടെന്ന് വച്ചു. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ ഫ്രാൻസിൽ നടന്നത്? വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനിൽ അംബാനിക്ക് ഫ്രാൻസിൽ നേരത്തെ തന്നെ റിലയൻസ് പാഗ് അറ്റ്ലാന്റിക് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് നടത്തുന്ന സ്ഥാപനമുണ്ടായിരുന്നു. 2007 മുതൽ ഇത് ഫ്രാൻസ് കമ്പനിക്ക് ഫ്രാൻസിന് നൽകാനുള്ള നികുതി നൽകാതായി തുടങ്ങി. അങ്ങനെ 2008 ആയപ്പോഴത്തേക്കും ഏകദേശം $151 മില്യൺ നികുതി വെട്ടിപ്പ് ഈ കമ്പനി നടത്തിയതായി ഫ്രാൻസ് കണ്ടെത്തുകയും ചെയ്തു. 2015 വരെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ കമ്പനിക്കെതിരെ ഫ്രാൻസ് സ്വീകരിച്ചു വന്നു.
എത്രയും വേഗം നികുതി അടയ്ക്കാൻ പറഞ്ഞു. ഇല്ല എങ്കിൽ അനിൽ അംബാനിയെ തന്നെ അറസ്റ്റ് ചെയ്യും എന്ന ഭീഷണി വരെ ഫ്രാൻസ് സർക്കാരിൽ നിന്നുണ്ടാവുകയും ചെയ്തു. ഇതിനിടയിലാണ് നരേന്ദ്രമോദി രംഗത്തെത്തുകയും ഫ്രാൻസിലെ ദസോൾട്ട് ഏവിയേഷൻ നിന്ന് റഫാൽ വിമാനം വാങ്ങാനുള്ള കരാർ ഒപ്പിടുകയും ചെയ്തത്. 36 വിമാന കരാർ ഒപ്പിട്ടതിന് പിന്നാലെ തന്നെ ഈ അനിൽ അംബാനിക്കെതിരെയുള്ള ഈ നികുതി വെട്ടിപ്പ് കേസ് ഈ ഫ്രാൻസ് വേണ്ട എന്ന് വെച്ചു. പകരം ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ ഏകദേശം 143.7 മില്യൺ യൂറോയുടെ ടാക്സ് ഇളവ് ഇത് അനിൽ അംബാനിക്ക് നൽകുകയും ചെയ്തു. അനിൽ അംബാനി വെറും 7 മില്യൺ യൂറോ മാത്രം അടച്ച് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതായത് അനിൽ അംബാനിക്ക് ഈ ഫ്രാൻസിൽ നിന്ന് ഇളവ് നേടാൻ റഫേൽ കരാർ സഹായകരമായി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. നേരത്തെ തന്നെ ഫ്രാൻസിന്റെ മുൻ പ്രസിഡന്റ് ഹോളന്തോ ഇത് സംബന്ധിച്ചുള്ള വിവരം പുറത്തുവിട്ടിരുന്നു. അനിൽ അംബാനിയെ കരാറിന്റെ ഭാഗമാക്കാൻ നരേന്ദ്രമോദിയാണ് നിർദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ വെളിപ്പെടുത്തൽ കൂടി പരിശോധിക്കുമ്പോൾ ഈ ഫ്രാൻസിൽ വലിയൊരു പ്രശ്നത്തിലകപ്പെട്ട അനിൽ അംബാനിക്ക് സഹായകരമായി റഫേൽ കരാർ. അങ്ങനെ വലിയ നികുതി ഇളവ് നേടുകയും നികുതി തട്ടിപ്പ് കേസിൽ നിന്ന് തന്നെ ഫ്രാൻസിൽ നിന്ന് തലയൂരുകയും ചെയ്തിരിക്കുന്നു അനിൽ അംബാനി. അപ്പോൾ അനിൽ അംബാനി സ്വന്തം വ്യക്തിതാൽപര്യം സംരക്ഷിക്കാനായി ഇത്തരമൊരു നികുതി വെട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി കരാർ നിർബന്ധപൂർവ്വം ഒപ്പിട്ടതാണോ എന്ന സംശയം പോലും ഇപ്പോൾ ഉയർന്നു വരികയാണ്. മനു, തീർച്ചയായും സന്തോഷം. അതായത് ഇത്തരത്തിൽ കോടിക്കണക്കിന് യൂറോ അവിടെ നികുതി വെട്ടിപ്പിന് അടക്കേണ്ടി ഇരുന്ന ഒരാൾ അനിൽ അംബാനി. ഈ അനിൽ അംബാനിക്ക് ഈ ദസോൾട്ട് ഏവിയേഷനുമായിട്ടുള്ള റഫേൽ ഇടപാടിന് പിന്നാലെ അതിൽ നിന്ന് ഒഴിവാക്കുന്ന വളരെ ചെറിയ തുക മാത്രം അടച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനത്തെ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൽ അനിൽ അംബാനി ഇതിന്റെ ഓഫ്സെറ്റ് പങ്കാളിയായി വരുന്നത് നമുക്കറിയാം. അപ്പോൾ അത്രമാത്രം സ്വാധീനം ഇന്ത്യൻ ഭരണകൂടത്തിൽ അനിൽ അംബാനിക്കും കമ്പനിക്കും ഉണ്ട് എന്നൊരു ധാരണ ഒരുപക്ഷെ ഫ്രഞ്ച് വൃത്തങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? അതിന്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണോ ഇത്തരത്തിൽ ഒരു വലിയ തുകയിൽ നിന്ന് ചെറിയ തുകയിലേക്ക് ഒഴിവാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞത്? മനു, ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രാൻസിലെ തന്നെ ലെ മോണ്ടെ എന്ന ഒരു മാധ്യമമാണ്. ലെ മോണ്ടെ എന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് 2018 ഒക്ടോബർ 26 ഫ്രാൻസിലെ തന്നെ ഈ അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന NGO-യായ ഷേർപ്പ എന്ന NGO ഫയൽ ചെയ്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത്. അതായത് റഫേൽ കരാറുമായി ബന്ധപ്പെട്ട അഴിമതി, ഏതെങ്കിലും തരത്തിൽ കരാർ ഒപ്പിടാൻ അനധികൃത സ്വാധീനമുണ്ടായിട്ടുണ്ടോ എന്നിവയാണ് ഈ ഷേർപ്പ എന്ന NGO കമ്പനി അന്വേഷിച്ചത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ നികുതി ഇളവ് ഫ്രാൻസ് അനിൽ അംബാനിക്ക് നൽകിയിരിക്കുന്നതെന്ന് വ്യക്തമായത്. അതായത് അനിൽ അംബാനി ഫ്രാൻസ് സർക്കാരിന് നൽകേണ്ട $151 മില്യൺ ഇളവ് ചെയ്യുകയും അതിനു പകരമായി ഫ്രാൻസ് ഒരു ഗുണകരമായി കരുതിയത് ഈ 36 റഫേൽ വിമാനങ്ങൾ വാങ്ങുന്ന കരാറാണ്. അതായത് ഇതൊരു ബാർട്ടർ സമ്പ്രദായം എന്ന് പറയാം. അനിൽ അംബാനി ഫ്രാൻസ് സർക്കാരിന് നൽകേണ്ട പൈസ ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനേക്കാളേറെ 700 കോടി മില്യൺ യൂറോയുടെ ഇടപാട് വരുന്ന ദസോൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള റഫേൽ കരാർ ഇന്ത്യ ഒപ്പിടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ദസോൾട്ടിന്റെമായുള്ള ഒപ്പിടുന്ന ഇന്ത്യയുടെ കരാറാണ് ഏറെ സാമ്പത്തിക ലാഭം നൽകുന്നതെന്ന് ഫ്രാൻസ് കണ്ടെത്തി തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഈ ഇദ്ദേഹത്തിന് അനിൽ അംബാനിക്ക് നികുതി ഇളവ് നൽകിയത്. അപ്പൊ അതായത് സന്തോഷ്, അനിൽ അംബാനിക്ക് ഒരു ചെറിയ ഇളവ് നൽകുമ്പോൾ തങ്ങൾക്ക് ഇന്ത്യൻ സർക്കാരിൽ നിന്നും വലിയൊരു കരാറ് തങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്ന തിരിച്ചറിവിലാണ് ഫ്രാൻസ് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. അതായത് നരേന്ദ്രമോദിയുടെ ഒറ്റ നിർബന്ധത്തിൽ അനിൽ അംബാനി ഇതിലേക്ക് വരുന്നു. അപ്പോൾ അതിന്റെ എല്ലാ ഗുണവും കിട്ടിയത് അനിൽ അംബാനിക്കാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയല്ലേ ഈ വാർത്തയിലൂടെ? മനു, അങ്ങനെ തന്നെയാണ് നമുക്കും കരുതേണ്ടത്. കാരണം ഈ എല്ലാ വിവരങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു സംശയം തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് അനിൽ അംബാനിക്ക് ഈ കരാർ ലഭ്യമാക്കാൻ നരേന്ദ്രമോദി വ്യക്തി താല്പര്യം തന്നെ എടുത്തു. നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇത് അനിൽ അംബാനിയിലേക്ക് കരാറെത്തിയത്. അനിൽ അംബാനിക്കാകട്ടെ അതുകൊണ്ട് നിരവധി ഗുണങ്ങൾ ലഭിച്ചു. അദ്ദേഹം ഇന്ത്യയിൽ തന്നെ പാപ്പർ ഹർജിക്കുന്ന ഒരു കേസ് നേരിടുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഫ്രാൻസിൽ വലിയ നികുതി വെട്ടിപ്പിൽ അകത്തു പോകേണ്ട ആൾ കൂടിയായിരുന്നു. പക്ഷേ റഫേൽ കരാർ ഒപ്പിട്ടതിലൂടെ അത്തരമൊരു പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ത്യയിലും വലിയ സാമ്പത്തിക ലാഭം നേടുന്ന തരത്തിലേക്ക് കരാർ അദ്ദേഹത്തിന്റെ കമ്പനിയെ കൊണ്ടെത്തി ചെയ്തു. അപ്പോൾ ഇതിന്റെ ഗുണങ്ങളെല്ലാം ലഭിച്ചത് അനിൽ അംബാനിക്ക് മാത്രമാണ്. അവിടെയാണ് ഈ കാവൽക്കാരാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ വലിയ
തട്ടിപ്പിന് അല്ലെങ്കിൽ വലിയ നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയ അനിൽ അംബാനിയുടെ സംരക്ഷകനായി വരുന്ന സാഹചര്യം നമ്മൾ കാണുന്നത്. എത്രയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അഴിമതിയും നടന്നില്ല എന്ന് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും BJP-യും പറഞ്ഞാലും ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ ഈ റഫേൽ കരാർ ഇപ്പോൾ റഫേലിന്റെ മറ്റ് നടപടികൾ സുപ്രീം കോടതിയിൽ അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഒരിക്കൽ കൂടി എത്തുകയാണോ കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്. കാരണം ഇത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ മാധ്യമമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രാൻസിൽ തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് വലിയ എതിർപ്പുകളുണ്ട്. ഇതിൽ അനിൽ അംബാനിയെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് എതിർപ്പുകളുണ്ട്. കാരണം ഒരു സ്വകാര്യ സ്ഥാപനത്തെ ഉൾപ്പെടുത്തുകയും അങ്ങനെ ഈ ഫ്രാൻസിന്റെ സാമ്പത്തിക നഷ്ടത്തിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു പരാതി അവിടെ തന്നെ ഉയരുന്നുണ്ട് നേരത്തെ തന്നെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസിലെ സ്വകാര്യ NGO-കൾ അടക്കം ഇതിന്റെ പിന്നാലെ അന്വേഷണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്, മാധ്യമങ്ങളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫ്രാൻസിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി പുറത്തു വരുന്ന വാർത്തകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച് മുഖം രക്ഷിക്കാൻ കഴിയുകയില്ല. ഇതിന് പിന്നാലെ സുപ്രീം കോടതി തന്നെ ഈ കേസ് വീണ്ടും പുനർവാദം കേൾക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് മാത്രമേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടാം ഘട്ടം അടക്കം മൊത്തം 6 ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകേണ്ടതാണ്. അപ്പോൾ ഈ റഫേൽ കരാർ വലിയ ചർച്ചാ വിഷയമാകുമ്പോൾ, തെരഞ്ഞെടുപ്പ് വിഷയമാകുമ്പോൾ അത് പ്രതിരോധിക്കാൻ ഇനി കേന്ദ്ര സർക്കാർ ഏത് ബുദ്ധിമുട്ടേണ്ടി വരും. തീർച്ചയായും സന്തോഷ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ ഏറെ ദുരൂഹതകൾ നിൽക്കുന്നു. റഫേൽ ഇടപാട്, വിമാനങ്ങളുടെ എണ്ണം സംബന്ധിച്ച്, തുക സംബന്ധിച്ച്, അനിൽ അംബാനിയെ ഓഫ്സെറ്റ് പങ്കാളിയാക്കി നിയമിച്ചത് സംബന്ധിച്ചൊക്കെ നമ്മൾ ഇതിലേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ പുറത്തു വന്ന രേഖകളൊക്കെ കണക്കിലെടുക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇതിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസെ ഒലാന്തെ തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യൻ സർക്കാരിൽ നിന്ന് വലിയ നിർബന്ധമുണ്ടായതിനെ തുടർന്നാണ് അനിൽ അംബാനിക്ക് ഓഫ്സെറ്റ് കരാർ നൽകാൻ നിർബന്ധിതനായത് എന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഈ രീതിയിൽ വേണ്ടേ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ? മനു, രാജ്യ താല്പര്യത്തിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ കരാർ ഒപ്പിടാനും ഈ കരാറിന്റെ ഇപ്പോഴത്തെ രൂപത്തിൽ എത്തിക്കാനും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് എപ്പോഴും ഒന്നൊന്നായി വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇന്ത്യൻ നെഗോസിയേഷൻ ടീം അത് വ്യക്തമാക്കിയിരുന്നു. പലപ്പോഴും ഫ്രാൻസുമായുള്ള ചർച്ചയിൽ നെഗോസിയേഷൻ ടീമിനെ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുണ്ട്. ഇത് തങ്ങളുടെ നെഗോസിയേഷൻ കെൽപ്പിനെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് അന്ന് സൈന്യത്തിന്റെ തന്നെ പ്രതിരോധ സെക്രട്ടറി തന്നെ എഴുതിയ കത്തടക്കം ഹിന്ദു ദിനപത്രം. ശരിയാണ് സന്തോഷ്, അതടക്കം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തതും സുപ്രീം കോടതിയിലൊക്കെ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ആ രേഖകളടക്കം പരിശോധിക്കുക, അതായത് മോഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ രേഖകളടക്കം പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഒരു സാഹചര്യം കൂടി മുന്നിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ബാക്കിയുള്ള ഘട്ടം കൂടി മുന്നിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് റഫേൽ ഇടപാടിലെ മറ്റു ചില ഇടപെടലുകൾ കൂടി പുറത്തേക്ക് വരുന്നത്. 151 കോടി രൂപയുടെ നികുതി കുടിശ്ശിക, 1 കോടി യൂറോയുടെ നികുതി കുടിശ്ശിക അടയ്ക്കാനുണ്ടായിരുന്ന അനിൽ അംബാനിക്ക് ഈ റഫേൽ കരാർ നൽകിയതിനെ തുടർന്ന് വെറും 7 കോടി രൂപ മാത്രം അടയ്ക്കുന്ന നിലയിലേക്ക് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്ന് തന്നെ സഹായം ലഭിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഫ്രഞ്ച് പത്രം തന്നെയാണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നത്. സ്വാഭാവികമായും രാജ്യ താല്പര്യത്തിനപ്പുറത്തേക്ക് അനിൽ അംബാനി എന്ന വ്യക്തിക്ക് തന്നെയാണ് ഈ കരാർ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന തെളിവുകൾ ഓരോ ദിവസവും പുറത്തേക്ക് വരുന്നതിന്റെ ബാക്കിയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ കണ്ടത്. ഇടവേള.